വയനാട് മാനന്തവാടിയിൽ നരഭോജിക്കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം. ദൗത്യത്തിന് കൂടുതൽ RRT സംഘം എത്തും. തെരച്ചിലിന് കുങ്കിയാനകളുടെ സഹായവും തേടും. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിൽ പ്രത്യേക വെറ്ററിനറി ടീം രൂപീകരിക്കും. വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരവും ഇന്ന് നടക്കുകയാണ്. രാധയുടെ വീട്ടിൽ നിന്നും PV ജോഷില കൂടി ചേരുകയാണ്. ജോഷില, മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ എല്ലാവിധ സഹായങ്ങളും സർക്കാർ കുടുംബത്തിന് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. തീർച്ചയായും ആതിര, ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. രാധയുടെ വീട്ടിൽ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമെല്ലാം തന്നെ മൃതദേഹത്തെ ഒരു നോക്ക് കാണാനായി, അവസാനമായി രാധയെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുകയാണ്. ആദരവ് അർപ്പിക്കാനായി എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വലിയ ദുഃഖത്തിലാണ്. കാരണം ഇന്നലെ രാവിലെ കാപ്പിത്തോട്ടത്തിലേക്ക് പോയ രാധയെ കടുവ പിടികൂടുകയായിരുന്നു. അതിനടുത്തുള്ള വെള്ളക്കെട്ടിനടുത്തേക്ക് ഇറങ്ങിയ ആ സമയത്താണ് കടുവ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. എന്നാലും തണ്ടർ ബോൾട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയെ ഇങ്ങനെ കടുവ പിടികൂടിയതായി അറിയുന്നത്. 100 മീറ്ററോളം അകലത്തേക്ക് രാധയെ കടുവ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. ചോരപ്പാടുകൾ കണ്ടാണ് തണ്ടർ ബോൾട്ട് സംഘം അത് പിന്തുടർന്നപ്പോഴാണ് രാധയുടെ തല കടുവ തിന്ന അവസ്ഥയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ജനരോഷമാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. മന്ത്രി കേളുവിനെ കണ്ട് പ്രയാസങ്ങൾ അറിയിക്കുന്ന രീതിയിലേക്ക് വരെ എത്തുകയുണ്ടായി. എന്തായാലും ഈ ഒരു വലിയ വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെയും ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മന്ത്രി കേളു ഇടപെടുകയും കടുവയെ കണ്ടാൽ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള നിർദ്ദേശം മറ്റ് അധികൃതരിൽ നിന്ന് നേടുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുവയെ കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതേസമയം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നലെ മുതൽ കടുവയ്ക്കായുള്ള തിരച്ചിലിൽ തന്നെയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം തന്നെ കടുവയ്ക്കായുള്ള എല്ലാ കെണികളും ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലടക്കം അത്തരത്തിൽ വലിയൊരു സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വനപാലകരെല്ലാം തന്നെയുള്ളത്. പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് തന്നെ കടുവ ഉണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. കൂട്ടിൽ അകപ്പെടുത്തുകയാണ് ആദ്യത്തെ ലക്ഷ്യം. 38 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6 ലൈവ് സ്ട്രീം ക്യാമറകളും കൂടി പുതുതായി സ്ഥാപിക്കും എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ അല്പസമയം മുമ്പ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കടുവയെ കൂട്ടിൽ അകപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണനയെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. 11 മണിയോടുകൂടി രാധയുടെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു 11 മണിക്ക് ഞങ്ങളെല്ലാം ഓക്കെ ആക്കും എന്ന് നിങ്ങൾ ഒന്ന് ഡിലേ ചെയ്തോളി. ഞങ്ങളൊരു 11 മണിക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങളൊരു മതപരമായിട്ടൊരു കർമ്മം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പാടും അപ്പം എടുക്കും. 11 മണിക്ക് അങ്ങനെ 11 മണിക്ക് മാക്സിമം പോയ 11 മണിക്ക് ഞങ്ങളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞങ്ങളെ മതപരമായിട്ട് കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ആളുകൾ, ഞങ്ങളെ കാരണന്മാരും കുടുംബമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 11 മണിന് അപ്പുറം കിടക്കൂല. ആ 11 മണിനുള്ളിൽ കാണാൻ വരുന്നവർക്ക് കാണാം. അത്രയേ ഉള്ളൂ. എല്ലാം 11 മണിനുള്ളിൽ തീരും. ഇപ്പോൾ 9:20 ആയിട്ടുള്ളൂ. ഒരു 11 മണി വരെ ഞങ്ങൾ പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് എന്താ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. 11 മണിനുള്ളിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടക്കും. രാധയുടെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നാട്ടുകാരോടൊക്കെ അവരറിയിച്ചിരിക്കുന്നത് മതപരമായ ചില ചടങ്ങുകൾ കൂടിയുണ്ട് ബാക്കി. അത് കഴിഞ്ഞതിന് ശേഷം 11 മണിയോടുകൂടി രാധയുടെ സംസ്കാരം നടക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ മതപരമായ ചടങ്ങുകളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ അയൽവാസികളെല്ലാം തന്നെ ഈ ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു ദുരന്തം എന്ന് പറയാം. അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കടുവ രാധയെ പിടികൂടി, രാധയെ കൊന്നു എന്നുള്ളത്. രാധ കാപ്പി തോട്ടത്തിൽ കാപ്പി പറിക്കാനായി പോയി എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ പിന്നീട് തണ്ടർ ബോൾട്ട് ആണ്
ഇത്തരത്തിൽ രാധയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. സാധാരണ ഈ മേഖലകളിൽ കാട്ടാന ശല്യം ഉണ്ടാകാറുണ്ടെങ്കിലും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ആ ഒരു ഞെട്ടലിൽ നിന്നും ഇപ്പോഴും നാട്ടുകാർ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലത്ത് കർഫ്യൂ ആണ്. 4 ഡിവിഷനുകളിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കടുവയെ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് അതിലൂടെ അധികൃതർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അപേക്ഷ പ്രകാരമാണ് അത്തരത്തിൽ സബ് കളക്ടർ ഇത്തരത്തിലൊരു നിർദ്ദേശം, കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഏറെ ദുഃഖഭരിതമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു വീട് അല്ലെങ്കിൽ വീടും പരിസരവും ഈ നാട്ടുകാരും ഒക്കെ തന്നെ കടന്നു പോകുന്നത്. അല്പസമയത്തിനകം രാധയുടെ മൃതദേഹം സംസ്കരിക്കും. ആതിര 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ശരി, മാനന്തവാടിയിലെ രാധയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. രാധയുടെ സംസ്കാരം ചടങ്ങുകളൊക്കെ തന്നെ ശേഷം 11 മണിയോടുകൂടി നടക്കുമെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. വിശദാംശങ്ങളാണ് PV ജോഷിന് നൽകിയത്.